ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ASLB അക്കാഡമി. എല്ലാവർക്കും ASLB അക്കാഡമിയുടെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും വളരെ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സംശയമാണ്, വരാൻ പോകുന്ന LPUP എക്സാംസ് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ LPUP മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അതായത് നമ്മൾ മറ്റ് എക്സാമിൽ ഫോക്കസ് ചെയ്യാതെ LPUP മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് അവിടെ ഒരു റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത എത്രത്തോളമാണ്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടാനുള്ള സാധ്യത, പ്രത്യേകിച്ചും നിലവിൽ വന്നിരിക്കുന്ന ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ട് അല്ലേ? അപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ LPUP എക്സാംസ് വരുമ്പോൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, അതിനിടയ്ക്ക് വരുന്ന മറ്റ് എക്സാമുകൾക്ക് ഫോക്കസ് കൊടുക്കാതിരിക്കുക. അങ്ങനെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് LPUP എത്തുമ്പോഴത്തേക്ക് അവിടെ നിയമന സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും, അതായത് അതും ഇല്ല ഇതും ഇല്ലാത്തൊരവസ്ഥയിലേക്ക്. ഇതൊക്കെ പ്രധാനമായിട്ടും എല്ലാവരുടെ കൺസേൺ ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ LPUP മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ടോ, അല്ലെങ്കിൽ LPUP മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണോ? അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് പേര് കൺസേൺ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും LPUP എഴുതുന്നവരുണ്ട്, അതിന്റെ കൂട്ടത്തിൽ മറ്റ് എക്സാമുകൾക്കും കൂടെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ 2025 നമുക്ക് അവസാനത്തെ LPUPയുടെ ലിസ്റ്റ് വരുന്നത് അല്ലേ? നമുക്ക് 2025 നമുക്ക് ലാസ്റ്റ് LPUPയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 25 ലിസ്റ്റ് വന്നതിന് ശേഷം ഇതുവരെയുള്ള ഡേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 6 ജില്ലകളിൽ മാത്രമാണ് നമുക്ക് എന്ത് നടന്നിരിക്കുന്നത്, നിയമനങ്ങൾ നടന്നിരിക്കുന്നത് അല്ലേ? മറ്റ് ജില്ലകളിലും ചില ജില്ലകളിൽ ഈ പറഞ്ഞ ലിസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ടെങ്കിൽ പോലും നിയമനങ്ങൾ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാത്തവരുടെ എന്ത് ചെയ്തിട്ടില്ല, അവിടെ നിയമനങ്ങൾ നടന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന പോലെ റാങ്ക് ലിസ്റ്റുള്ള പലർക്കും ഒരു ആശങ്കയാണല്ലേ, എസ്പെഷ്യലി റാങ്ക് ലിസ്റ്റിൽ കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്നവർക്കൊക്കെ നിയമന സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം അഡ്വൈസ് പോകും എന്നുള്ള കാര്യത്തിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിവിഷൻ ഫോളിന്റെ പ്രശ്നം അല്ലെ, LPUPയുടെ കേസിൽ ഡിവിഷൻ ഫോൾ വരുന്നത് കാരണം ഒരുപാട് വേക്കൻസീസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ലിസ്റ്റിലുള്ളവരെ എന്ത് ചെയ്യാറുണ്ട്, ബാധിക്കാറുണ്ട് അല്ലെ? കാരണം വേക്കൻസീസ് കുറയുമ്പോൾ അത്രയും പേർക്ക് അവിടെ എന്ത് ചെയ്യാണ്, നിയമന സാധ്യത കുറയാണ്. അതുപോലെ തന്നെ നമ്മൾ യോഗ്യതയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലെ? അറിയാം, കേറ്ററ്റ് നിർബന്ധമായിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. അത് ഇനി പറയുന്ന പോലെ നമ്മുടെ LPUP ക്വാളിഫൈഡ് ആകണമെന്നുണ്ടെങ്കിൽ കേറ്ററ്റ് 1 and 2 ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രം, മറ്റെന്തുണ്ടെങ്കിൽ കേറ്ററ്റ് 3 ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ സെറ്റ് നെറ്റ് പോലുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് വെച്ചൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, LPUPയിൽ നിയമനം കിട്ടില്ല. നിങ്ങൾക്ക് എന്ത് തന്നെ വേണം, കേറ്ററ്റ് 1 and 2 തന്നെ വേണം. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നിലവിലെ നിയമനസ്ഥിതി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന LPUPക്ക് പഠിച്ചുകൊണ്ട് പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ നിയമനം നടക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ആദ്യം തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, LPUPയുടെ ലിസ്റ്റിൽ ആദ്യകാലങ്ങളിൽ നിയമനം കുറയുക എന്നുള്ളത് എല്ലാ വർഷവും നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഈ വർഷം മെയ് ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ ആ മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടിങ് എന്ന സമയത്തേക്ക് ഒരു കുറച്ച് നിയമനങ്ങളിൽ നിന്ന് നടക്കുകയും ചെയ്യും. പക്ഷേ ഈ വർഷം താരതമ്യേന കുറവാണെങ്കിൽ അടുത്ത വർഷം കുറച്ച് കൂടുതൽ നിയമനം നടക്കുമെന്നാണ് നിലവിലെ നമ്മുടെ LPUP ലിസ്റ്റിന്റെ കണക്കൂട്ടലും കാര്യങ്ങളും വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴാണെങ്കിലും നിങ്ങൾ ഇനി വരാൻ പോകുന്ന LPUP എക്സാമുകൾക്ക് റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും വരിക എന്നാവരുത് ഒരിക്കലും നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും പേര് വരിക എന്നുള്ളതാവരുത് ഒരിക്കലും നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. LPUPക്ക് എപ്പോഴും നിങ്ങളുടെ കൺസേൺ എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ ഒരു ഹയർ പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം എപ്പോഴും നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് LPUPയുടെ കേസിൽ റാങ്ക് ലിസ്റ്റിൽ ഹയർ പോസ്റ്റിലേക്ക് എത്തുക എന്നുള്ളത്. ഹയർ റാങ്കിലേക്ക് എത്തിയാൽ മാത്രമാണ് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്, അല്ലെങ്കിൽ മറ്റ് ടെൻഷൻ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിയമനം ലഭിക്കണം എന്നുള്ള സിറ്റുവേഷൻ പറഞ്ഞാൽ നമുക്ക് LPയുടെ ആണെങ്കിൽ UPയുടെ ആണെങ്കിൽ ലിസ്റ്റിൽ ഹയർ റാങ്കിലേക്ക് എത്തുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അത് മറ്റൊന്നിനുമല്ല, നമുക്ക് വേക്കൻസി എന്ന കാര്യങ്ങളോ എല്ലാം ഒരുപാട് മാറ്റങ്ങളോ എല്ലാവരും, പക്ഷേ ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾക്ക് മറ്റ് ടെൻഷനുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഉറപ്പിച്ച് നിയമനം കിട്ടുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങി കട്ട് ഓഫിനേക്കാൾ നല്ല ഉയർന്ന മാർക്ക് വാങ്ങി റാങ്ക് ലിസ്റ്റിൽ വരുന്നത് തന്നെയാണ് നല്ലത് അല്ലെ? അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യം. റാങ്ക് ലിസ്റ്റിൽ ഒരു ഹയർ പൊസിഷനിലേക്ക് എത്തുന്നുള്ള ഞാൻ പറയുന്നു, LPUPയുടെ കേസിൽ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ വരിക അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ജസ്റ്റ് പേര് വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് ഹയർ റാങ്ക് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് അല്ലേ? കാരണം ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഇങ്ങനത്തെ ഇഷ്യൂസ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നിയമനങ്ങൾ എപ്പോഴും നിങ്ങൾ അറിയേണ്ട കാര്യം, LPUPയുടെ കേസിൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് നിയമനങ്ങൾ എന്തായാലും നടക്കും അല്ലെ? എന്തായാലും ഒരു ഫിക്സഡ്, ഒരിക്കലും നമ്മൾ ഈ പറയുന്ന പോലെ നിയമനങ്ങൾ തീരെ കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. പക്ഷേ നിയമനങ്ങൾ കൂടുതൽ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അതാത് സിറ്റുവേഷൻ സ്കൂളുകളുടെ അവസ്ഥ വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ LPUPയുടെ കേസിൽ നിങ്ങൾ ഇനി വരാൻ പോകുന്ന ലോങ് ടേം ബാച്ച്, പക്ഷെ അപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ LPUP ഫോക്കസ് ചെയ്തായിരിക്കണം. നിങ്ങൾ DLED ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ BEd ക്വാളിഫൈ ചെയ്ത ഒരാളാണ്, കേറ്ററ്റ് 1 and 2 ക്വാളിഫൈ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ LPUP എഴുതാതെ മറ്റ് എക്സാമുകൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഓക്കെ, അവിടെ ഞാൻ പറയുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, എന്തൊക്കെയായാലും നിങ്ങൾ ഈ DLED അല്ലെങ്കിൽ കേറ്ററ്റ് 1 and 2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ LPUP എക്സാം ഫോക്കസ് ചെയ്യാതെ ഇരിക്കരുത്.
കാരണം കിട്ടിക്കഴിഞ്ഞാൽ പലരും അസൂയയോടെ നോക്കി കാണുന്ന ഒരു ജോലിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ LPUP പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. മറ്റേത് പോസ്റ്റുകളെ കമ്പയർ ചെയ്ത് നോക്കിയാലും നമ്മൾ വളരെയധികം നമ്മൾ വാല്യൂ കൊടുക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നത് LPST ആണെങ്കിലും UPST ആണെങ്കിലും. സോ നിങ്ങളതിന് ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആ എക്സാമിനെ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ LPUP എന്ന് പറയുന്ന എക്സാമിനെ ഫോക്കസ് ചെയ്യാതെ ഇരിക്കരുത്. കാരണം കിട്ടിയാൽ ഇത്രയും നല്ലൊരു ജോലി വേറെ ഇല്ല. ഇനി കിട്ടുമോ എന്ന് ചോദിച്ചാലും ഏത് വർഷങ്ങൾ കഴിഞ്ഞ് നമുക്കൊരു മിനിമം നമ്പർ ഓഫ് വേക്കൻസീസ് അവിടെ കാണും. അത് കൂടുന്നത് കുറയുന്നത് നമ്മുടെ പക്ഷേ എന്തനുസരിച്ചാണ് അവിടുത്തെ വേക്കൻസി അനുസരിച്ച്. സോ വേക്കൻസി എത്ര റിപ്പോർട്ട് ചെയ്യുന്നുള്ളതിന്റെ ബേസിസിലാണ്. സോ അവിടെ നമ്മുടെ ഒരു സേഫ് പൊസിഷൻ എത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു ഹയർ റാങ്കിലേക്ക് എത്തണം, അല്ലെ. അതിനുവേണ്ടി നിങ്ങൾ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ തന്നെയാണ് ആവശ്യം. അതിനുവേണ്ടിയുള്ള നമ്മുടെ LPUPയുടെ ലോങ് ടേം ബാച്ചാണ് ASLB അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിസിലാണ് ക്ലാസ്സും കാര്യങ്ങളെല്ലാം പോകുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ എക്സാമിന് മുൻപായിട്ട് തന്നെ വളരെ മുൻപ് നമുക്ക് സിലബസ് കവർ ചെയ്യാനും PYQ ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാനുള്ള ടൈം എല്ലാം നമുക്ക് കിട്ടും. സോ LPUPക്ക് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം നിങ്ങൾക്ക് ലോങ് ടൈമിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ് നമ്മുടെ LPUPയുടെ ഗുരു ബാച്ച് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കേസ്. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ LPUPക്ക് ഫോക്കസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ LPUPക്ക് ഫോക്കസ് ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ ബാക്കി ഇഷ്യൂസ് വരുന്നവർ ഒന്നെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് പുറകിൽ പോകുന്നു. അപ്പൊ നിങ്ങൾ LPUPക്ക് ഹയസ്റ്റ് റാങ്ക് വരിക എന്നുള്ളതാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ മറ്റ് എക്സാമ്പിൾ വിടേണ്ട കാര്യമുണ്ടോ? അതായത് നിങ്ങളിപ്പോൾ ഈ വരാൻ പോകുന്ന BFAക്കോ അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGSനോ അല്ലെങ്കിൽ ബിവറേജ് LDക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ വരാൻ പോകുന്ന LD അല്ലെ, നമുക്ക് പ്രധാനമായിട്ടും വരുന്ന പോസ്റ്റുകൾ എന്നൊക്കെയെന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് ഇപ്പോൾ വരാൻ പോകുന്ന BFA അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGS പോസ്റ്റ്, അല്ലെങ്കിൽ ബിവറേജ് LD പോസ്റ്റുകൾ, അല്ലെങ്കിൽ LDC. ഈ എക്സാമുകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അതായത് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയും വേഗം ലിസ്റ്റിൽ വന്ന് ജോലി വാങ്ങുക എന്നുള്ളതാണ് അല്ലെ. അല്ലാതെ LPUP വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ല. LPUP വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ മറ്റ് ജോലികൾക്ക് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ പറയുന്നു, ഒരാളോട് മാത്രമല്ല, LPUPക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആരുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ മറ്റ് എക്സാമുകൾക്കും കൂടെ ലിസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ LPUPക്ക് പഠിക്കുന്ന അതേ ടൈമിൽ തന്നെ മറ്റ് എക്സാമുകൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ എത്രയും വേഗം ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, LPUP മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. ഓക്കെ, നിങ്ങൾ എത്രയും വേഗം ലിസ്റ്റിൽ വരണം, എത്രയും വേഗം അഡ്വൈസ് വരണം, എത്രയും വേഗം നിയമനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, LPUP പഠിക്കണം. പക്ഷേ LPUP മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുണ്ടോ? ഇല്ല. നിങ്ങൾ LPUP മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ മറ്റ് എക്സാംസിനും കൂടി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞില്ല, LPUPയിൽ നിയമനങ്ങൾ നടക്കുമെന്നുണ്ടെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് ചെറിയ കാലതാമസവും കാര്യങ്ങളും ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ വന്നിട്ടുണ്ടല്ലേ, അത് വരും വർഷങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എത്രയും വേഗം ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം നേരത്തെ ജോലി കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ LPUP മാത്രം ഫോക്കസ് ചെയ്യാതെ LPUPക്ക് പഠിക്കുന്ന ടൈമിൽ ഈ പ്രധാനപ്പെട്ട കോഴ്സുകളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമ്പിളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോക്കസ് ചെയ്യുക. അതെങ്ങനെ ഫോക്കസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ തന്നിരിക്കുന്നത് നമ്മുടെ LPUPയുടെ ഫോക്കസ് ആണ്. ഓക്കെ, നമ്മുടെ ജനറൽ PSCയുടെ ടോപ്പിക്സ് ആണ്, GK പാർട്സിന്റെ സിലബസ് ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഇതൊന്ന് നോക്കുക. ആദ്യം തന്നെ കേരള ചരിത്രമുണ്ട്. കേരള ചരിത്രം എന്ന് പറയുമ്പോൾ അതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ വരുന്നുണ്ട്, കേരള നവോത്ഥാനം വരുന്നുണ്ട്, ദേശീയ പ്രസ്ഥാനം വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ കേരള ഹിസ്റ്ററി ഈ പറയുന്ന BFAക്കും കമ്പനി ബോർഡ് LGSനും ബിവറേജ് LD ആണെങ്കിലും എല്ലാം നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഈ BFAയുടെ അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGSന്റെ അല്ലെങ്കിൽ ബിവറേജ് LDയുടെ ഒക്കെ സിലബസ് വെച്ച് നിങ്ങൾ പഠിക്കുകയാണ്, GK പാർട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്തും നിങ്ങൾ കവർ ചെയ്ത് പോവുകയാണ്. LPUPയുടെയും ജനറൽ PSC GK പാർട്ട് നിങ്ങൾ കവർ ചെയ്ത് പോവുകയാണ്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നോക്കുക, വളരെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, LDCയുടെ അല്ലെങ്കിൽ BFAയുടെ അത്രയും ഡീറ്റെയിൽ അല്ലെങ്കിൽ അത്രയും വൈഡ് ആയിട്ടുള്ള സിലബസ് അല്ല ഏതിന്റെ GKക്ക് വരുന്നത്, LPUPയുടെ GK പാർട്ടിന് വരുന്നത്. സോ നിങ്ങൾ LDയുടെ അല്ലെങ്കിൽ ബിവറേജ് LDയുടെ BFAയുടെ ഒക്കെ സിലബസ് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്തും കൂടി കവർ ചെയ്ത് പോവുകയാണ്, LPUPയുടെയും ജനറൽ PSC GK പാർട്സ് നിങ്ങൾ കവർ ചെയ്ത് പോവുകയാണ്. കാരണം അതിന്റെ അത്രയും വൈഡ് അല്ലേ ഇത് LPUPയുടെ. കുറച്ച് കാര്യങ്ങൾ മാത്രം പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, LPUPയുടെ കേസിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ സെയിം ആണ്. നമ്മൾ ഈ മറ്റേതിൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാൻ വരുള്ളൂ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നമ്മൾ BFAക്ക് അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGSനൊക്കെ പഠിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ ഇതിൽ പഠിക്കാൻ വരുന്നുള്ളൂ. പക്ഷെ ലോക ചരിത്രം വരുമ്പോൾ അവിടെ നദീതട സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് മാത്രമാണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മുടെ LPUPക്ക് വന്നിരിക്കുന്നത്. സിലബസിൽ നദീതട സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് മാത്രമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആ ടോപ്പിക്ക് മറ്റ് സിലബസിൽ അത്ര ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ അത് കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുത്ത് ഏതിന് പഠിക്കണം, LPUPക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കാനായിട്ട് മാറ്റി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം വരുമ്പോൾ ഇനി ഇന്ത്യൻ ജോഗ്രഫി ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അത് നമുക്ക് ഉറപ്പായിട്ടും പഠിക്കാനുള്ളതല്ലേ, LPUPക്ക് പഠിക്കാനുള്ളതാണ്. പക്ഷേ എക്കണോമിക്സ് വരുമ്പോൾ ബാങ്കുകൾ മറ്റൊരു ടോപ്പിക്ക് നമുക്ക് പറഞ്ഞിട്ടില്ല. ബാങ്കുകൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്കണോമിക്സിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ബാങ്കുകൾ, റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്ക്, ബാങ്ക് ദേശസാൽക്കരണം,
എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ബാങ്ക് ദേശസാൽക്കരണം അല്ലെങ്കിൽ നദീതട സംസ്കാരങ്ങളൊക്കെ LPUPക്ക് മാത്രം കുറച്ച് എക്സ്ട്രാ ഫോക്കസ് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ്? അത് SCRT വളരെയധികം പ്രാധാന്യം കൊടുത്ത് വന്നിരിക്കുന്ന ടോപ്പിക്സ് ആയതുകൊണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, LPUPയെ സംബന്ധിച്ച് SCRT എന്നത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് മാത്രമല്ല, വളരെ ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു സിലബസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ട സാധനമാണ് SCRT സിലബസ് എന്ന് പറയുന്നത്. ഏതിന്റെ കേസിൽ? LPUPയുടെ കേസിൽ. ഈ ബാങ്ക് ദേശസാൽക്കരണവും അല്ലെങ്കിൽ നദീതട സംസ്കാരങ്ങളും ഒക്കെ നിങ്ങൾ ഈ പറഞ്ഞ കുറച്ച് ഫോക്കസ് ഏതിന് കൊടുക്കണം? LPUPക്ക് സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കണം. കാരണം അത് മറ്റ് സിലബസിൽ അത്ര ഡീപ്പായിട്ട് നമുക്ക് തന്നിട്ടില്ല. അത് SCRT ടോപ്പിക് ആയതുകൊണ്ടാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക. നിങ്ങളല്ലാത്ത PSC ടോപ്പിക്സിൽ എന്ത് പഠിക്കുന്നു അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അല്ലെ? അപ്പോൾ ഈ GK പാർട്ടിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അതേ ടോപ്പിക് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് LPUPയുടെ GK പാർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്തു പോവാം. പക്ഷേ LPUPയിൽ സെപ്പറേറ്റ് GKയിൽ ഒരു സാധനം വരുന്നതാണ് സമൂഹശാസ്ത്രം, നമ്മുടെ സോഷ്യോളജി പാർട്ട് എന്ന് പറയും. അത് വേണമെന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് മാത്രം നിങ്ങൾക്ക് പഠിച്ച് റിവിഷനും കണ്ടക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. ആകെ 2 ടോപ്പിക്കേ വരുന്നുള്ളൂ. അത് സിമ്പിൾ ടോപ്പിക്കുമാണ്. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ്, LPUPയുടെ സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്ത് മാത്രം വരുന്ന ഒരു ടോപ്പിക്കാണ്. അത് കവർ ചെയ്താൽ തന്നെ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് എൻറ്റയർലി കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നോർമൽ GK ടോപ്പിക്സ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ എക്സാംസിന്റെ GK പാർട്ട് വെച്ചാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് LPUP പ്രിപ്പയർ ചെയ്യാം. അതിന്റെ കൂടെ സോഷ്യോളജി, ഈ എക്കണോമിക്സ് പാർട്ട് ആൻഡ് വേൾഡ് ഹിസ്റ്ററി മാത്രം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചാൽ LPUPയും മറ്റ് എക്സാമുകളും നിങ്ങൾക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? GK പാർട്ട് പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. സെറ്റ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ LPUP മാത്രമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഈ പറയുന്ന പോലെ ഒറ്റ എക്സാം ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലി കിട്ടണം എന്നാണ് നിങ്ങൾ ആഗ്രഹം എന്നുണ്ടെങ്കിൽ LPUP മാത്രം ഫോക്കസ് ചെയ്യാതെ അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റ് ജോലികളും കൂടെ അല്ലെങ്കിൽ മറ്റ് എക്സാമുകൾക്കും കൂടെ എന്ത് ചെയ്യുക? ഫോക്കസ് കൊടുക്കുക. ഇനി LPUPക്ക് മാത്രം, LPUP ഒരുമിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ LPUPക്ക് മാത്രമായിട്ട് ഈ ജനറൽ ടോപ്പിക്സ് പഠിക്കുന്നതിന്റെ കൂടെ മറ്റെന്തൊക്കെ ഫോക്കസ് കൊടുക്കുക. ഇപ്പം GK ഏകദേശം ഒരുപോലെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി സയൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബയോളജി ആയിക്കോട്ടെ, ഇത് നിങ്ങൾക്ക് LGS അല്ലെങ്കിൽ LDക്ക് ഒക്കെ വന്നിരിക്കുന്ന അതേ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് ഏതിനും വന്നിരിക്കുന്നത്, LPUPക്കും വരുന്നത്. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്ത് വെച്ച് പ്രിപ്പയർ ചെയ്യണം? സയൻസ് സബ്ജക്ട്സ് നിങ്ങൾ LPUPക്ക് വരുമ്പോൾ എന്ത് വെച്ച് പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ SCRT ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഈ SCRT വെച്ച് സയൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നിങ്ങൾക്ക് BFA ആണെങ്കിലും കമ്പനി ബോർഡ് LGS ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും സയൻസ് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ആവത്തില്ല. അപ്പോൾ സയൻസ് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? SCRT വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കാരണം അത് LPUPക്ക് ആവശ്യമാണ്. SCRT വെച്ച് നിങ്ങൾ സയൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചോദ്യം പോലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഒരു എക്സാമിന് SCRTക്ക് പുറത്തുനിന്ന് വരാൻ പോകുന്നില്ല. സയൻസ് പഠിക്കാൻ ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ SCRT തന്നെയാണ്. അപ്പോൾ SCRT വെച്ച് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നടക്കും? നിങ്ങളുടെ LPUP നിങ്ങൾ ക്ലിയർ ചെയ്യാം. അതിന്റെ കൂടെ മറ്റ് എക്സാമുകൾക്കുള്ള പഠനം എന്ത് ചെയ്യും? അതിന്റെ കൂടെ തന്നെ നടന്നോളൂ അല്ലെ? അപ്പോൾ ഈ ജനറൽ PSC പഠിക്കുമ്പോൾ അതിന്റെ പാരലായിട്ട് തന്നെ സയൻസ് നിങ്ങൾ SCRT യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ലാംഗ്വേജ് വരുമ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും നിങ്ങൾ എന്താണ് നോർമൽ എക്സാംസിന് BFA അല്ലെങ്കിൽ LDക്ക് ഒക്കെ പഠിക്കുന്ന അതേ സിലബസ് വെച്ച് തന്നെ നിങ്ങൾ ഏതിനും പഠിച്ചാൽ മതി. നിങ്ങൾ LPUPക്കും പഠിച്ചാൽ മതി. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ എന്തും കൂടെ പഠിക്കണം LPUPക്ക്? പെഡഗോഗിയും കൂടെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, പെഡഗോഗിയും കൂടെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അതിന്റെ കൂടെ പഠിക്കണമെന്നേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. ഇനി മാത്സ് ആൻഡ് റീസണിങ് എന്താണ്? സെയിം സിലബസ്. LDയുടെ ഒക്കെ സിലബസ് വെച്ച് പഠിക്കുന്ന ഒരാൾക്ക് LPUPയുടെ മാത്സ് എന്താണ്? വളരെയധികം സിമ്പിൾ ആയിരിക്കും. ഈ ഒരു രീതി, ഇതിന്റെ എല്ലാം കൂടെ LPUPക്ക് വേണ്ടി പ്രിപ്പയർ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ LPUPയുടെ ഈ ജനറൽ ടോപ്പിക്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ദിവസവും ഒരു നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ടൈം നിങ്ങൾ ഏതിനും കൂടെ കൊടുക്കുക, സൈക്കോളജി പഠിക്കാനും കൂടെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒറ്റ പഠനത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്ന മറ്റ് എക്സാംസിന്റെ കൂടെ തന്നെ LPUPയുടെ പഠനത്തിന്റെ കൂടെ തന്നെ മറ്റ് എക്സാമുകളും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? സോ ഞാൻ വീണ്ടും പറയുന്നു, LPUP മാത്രമായിട്ട് ഫോക്കസ് ചെയ്യണോ? വേണ്ട. നമുക്ക് ഈ പറഞ്ഞാൽ LPUPയിൽ ഈ റീസെന്റ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് എങ്കിലും ഞാൻ പറയുന്നത് നിയമനങ്ങൾ നടക്കും, നിയമനങ്ങൾ ഉറപ്പായിട്ട് നടക്കും. അതുകൊണ്ട് ഒരു കാരണവശാൽ നിങ്ങൾ KTET 1 and 2 ക്വാളിഫൈഡ് ആണ് അല്ലെങ്കിൽ അധ്യാപകനാണ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും LPUP ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിൽ ഹയർ റാങ്കിലേക്ക് വരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. അതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. അപ്പോൾ പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ജോലി വേണം അല്ലെങ്കിൽ പെട്ടെന്ന് ലിസ്റ്റിൽ വരണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ LPUP മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് ഒരിക്കലും നിങ്ങൾ പറയില്ല. LPUPയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മറ്റ് എക്സാമുകളും ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അതിന് പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹയർ റാങ്കിലേക്ക് എത്തണം എന്നുള്ള എത്രയും വേഗം നിങ്ങൾ LPUPയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമാണ്. SCRT ചാപ്റ്റർ വൈസ് ക്ലാസ് ഉണ്ടാവും. ആൻഡ് നമുക്ക് സൈക്കോളജി ഒക്കെ ആണെങ്കിൽ നമുക്ക് PYQ ഉള്ള റിവിഷൻ ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈക്കോളജിക്ക് PYQs വെച്ച് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ LPUP ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത ഒരു കോഴ്സാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ എത്രയും വേഗം സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻസ് എടുത്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതെല്ലാം നന്നായിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.